രചന മിനി അനിൽകുമാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അപ്രതീക്ഷിതമായിട്ടാണ് കതക് തുറന്നപ്പോൾ അവൾ അമ്മയെ തള്ളിയിട്ടത്. കയ്യിലിരുന്ന ചോറും പാത്രം തറയിൽ വീണു. അമ്മ മറിഞ്ഞു വീഴുകയും ചെയ്തു. പുറത്തേക്കിറങ്ങി ഓടാൻ ശ്രമിച്ചവൾ മറിഞ്ഞു വീണു. എഴുന്നേറ്റോടാൻ ശ്രമിച്ചെങ്കിലും കാലിലെ ചങ്ങലകൾ അവളെ ഓടാൻ അനുവദിച്ചില്ല. അമ്മ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറിയിലിരുത്തി കരയുകയും ബഹളം വയ്ക്കുകയും ചെയ്തെങ്കിലും പിന്നെ അവർ ശാന്തരായി. തറയിൽ കിടന്ന വറ്റുകൾ വാരിയെടുക്കുമ്പോൾ അമ്മയുടെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് പതിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾ അമ്മ എന്തിനാണ് കരയുന്നതെന്ന് അന്വേഷിച്ച്. ഒന്നുമില്ല മോളെ, അമ്മ ചോറെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞവർ പുറത്തേക്ക് പോയി. അടുക്കളയിൽ നിന്ന് ചോറെടുക്കുമ്പോഴും അവർ ദൈവങ്ങളെ ശപിച്ചുകൊണ്ടിരുന്നു. എന്തിനാ ദൈവങ്ങളെ എൻ്റെ കുഞ്ഞിനെ ഗതി കൊടുത്തത്? കോളിംഗ് ബെൽ കേട്ടാണ് അവർ കതക് തുറന്നത്. ഇത് ശാന്തിനിയുടെ വീടല്ലേ? അതെ, എൻ്റെ പേര് അരുൺ. ശാന്തിനിയുടെ സീനിയറായി പഠിച്ചതാണ്. എനിക്ക് ഓർമ്മയുണ്ട് മോൻ്റെ മുഖം. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നല്ലോ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മേനെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതെന്താണ് അമ്മ അങ്ങനെ പറഞ്ഞെന്ന് അവൻ ആലോചിച്ചു. മോൻ്റെ പഠിത്തെല്ലാം കഴിഞ്ഞോ? എനിക്ക് ശാന്തിനി ഒന്ന് കാണണം. കാണാൻ വരണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ അതിനുള്ള ധൈര്യം വന്നില്ല. അവൾ മോനെ തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യും. അവളുടെ അവസ്ഥ അങ്ങനെയാണ്. ചില സമയങ്ങളൊരു അസുഖമുള്ളതായിട്ട് തോന്നില്ല. അവളുടെയും ഞങ്ങളുടെയും വിധി ഇങ്ങനെയായിപ്പോയി. ആ മുറിയിൽ അവളുള്ളത്. മുറിയിലേക്ക് പോകുമ്പോൾ അവൻ്റെ കാലുകൾ വിറച്ചിരുന്നു. മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. അവൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? കതക് തുറന്ന് അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളാകെ മാറിയിരിക്കുന്നു. കണ്ണിലെ തിളക്കവും മുഖത്തെ പ്രസന്നതയും നഷ്ടമായിരിക്കുന്നു. അവളുടെ രൂപം തന്നെ മാറിയിരിക്കുന്നു. അവൻ്റെ മനസ്സിലൂടെ അവൾ ആദ്യമായി കണ്ട ഓർമ്മകൾ കടന്നു വന്നു. ആദ്യമായി കോളേജിലേക്ക് വന്ന കുട്ടികളുടെ കൂട്ടത്തിലാണ് അവളെ കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് എന്തോ പ്രത്യേകതയുള്ളതായി തോന്നി. നിഷ്കളങ്ക ഭാവമായിരുന്നു. നല്ല തിളക്കമുള്ള കണ്ണുകൾ, കുസൃതി നിറഞ്ഞ ചിരി. എന്തോ അത്ഭുതം കാണുന്ന പോലെയാണ് കോളേജ് കണ്ടിരുന്നത്. പിന്നെ ദിവസം അവളെ കാത്തു നിൽപ്പായി. ദൂരെ നിന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. അടുത്തു പോകാനോ സംസാരിക്കാനോ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എങ്കിലും അവൾ എൻ്റേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. മറ്റൊരാൾ അവൾ നോക്കാതെ കാവലായി ഞാൻ പുറകിലുണ്ടായിരുന്നു. അവൾ അറിയാതെ നശിച്ച ആ ഒരു ദിവസമാണ് ജീവിതം മാറ്റിമറിച്ചത്. ഞാനില്ലാതിരുന്ന ദിവസമാണ് സീനിയേഴ്സ് റാഗിങ് നടത്തിയത്. പേടിച്ചോടി ഇറങ്ങുന്നതിനിടയിലാണ് കാൽ വഴുതി താഴേക്ക് വീണത്. ഞാനറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവൾ ICUവിലായിരുന്നു. പുറത്ത് കരഞ്ഞു തളർന്നു നിൽക്കുന്ന അവളുടെ അച്ഛനെയും അമ്മയും കണ്ടു. കുറച്ചുനാൾ ഹോസ്പിറ്റലായിരുന്നു. ഞാനും കൂട്ടുകാരും അവരുടെ സഹായത്തിനുണ്ടായിരുന്നു. പിന്നീട് അവൾ ഡിസ്ചാർജ് വാങ്ങി നാട്ടിലേക്ക് പോയി. പോകുമ്പോൾ അവൾ പാതി മയക്കത്തിലായിരുന്നു. പിന്നീട് അവൾ കോളേജിലേക്ക് വന്നില്ല. കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അവൾക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട്, അതിനാൽ ഇനി പഠിക്കാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അന്വേഷിച്ചെല്ലാമെന്ന് വെച്ചാൽ എന്നെ അവൾക്ക് അറിയുക പോലുമില്ല. ഒരിക്കൽ പോലും സംസാരിച്ചിട്ടുമില്ല. കുറേ നാൾ പിന്നെ ഞാനും കോളേജിൽ പോയില്ല. അവളില്ലാത്ത കോളേജിലേക്ക് പോകാൻ ഒട്ടും മനസ്സ് വന്നില്ല. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് വീണ്ടും പോയി തുടങ്ങിയത്. മനസ്സിൽ എന്നും അവൾ ഉണ്ടായിരുന്നു. അവളുടെ ചിരിയും നിഷ്കളങ്ക ഭാവവും ഉണ്ടായിരുന്നു. ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അവളെ കാണാനുള്ള ധൈര്യം വന്ന്. അതിപ്പോൾ ഇങ്ങനെയുമായി. അവളുടെ അടുത്ത് നിന്നിരുന്ന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അവൾ എൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ആ നോട്ടം ഹൃദയത്തെ കീറി മുറിച്ചു. അറിയാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ഈ അവസ്ഥയിൽ കാണാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വർഷം കാത്തിരുന്നു? മോനെ, ചായ കുടിക്കേ? വേണ്ടമ്മേ, ഞാൻ പോവാ. അവൾക്ക് എന്നെ ഓർമ്മയില്ല. അമ്മയ്ക്ക് എന്താവശ്യം വന്നാലും എന്നെ വിളിക്കണം, ഞാനുണ്ടാവും. എന്തിനും. കണ്ണുനീർ തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയവൻ. പെട്ടെന്നാണ് ചങ്ങലയുടെ കിലുക്കം കേട്ടത്. കിലുങ്ങുന്ന പാദസരമിട്ടിരുന്ന ഭംഗിയാർന്ന കാലുകൾ ചങ്ങല കൊണ്ട് മുറിഞ്ഞ വ്രണങ്ങളായിരിക്കുന്നു. ആരൊക്കെയോ കാണിച്ചു കൂട്ടിയ ഒരു നേരം പോക്ക് ഒരാളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ ആ ചുമരിലേക്ക് പതിച്ചത്. അവൻ അമ്മയെ തിരിഞ്ഞു നോക്കി. അവളുടെ മനസ്സൊന്ന് ശാന്താവുമ്പോൾ വരക്കുന്നതാ. ഈ മുഖം ദിവസവും കാണുന്ന ഞാൻ എങ്ങനെയാ നിന്നെ മറക്കുക? അവളുടെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിച്ചുകൊണ്ടാവണം അവൾ നിന്നെ വരയ്ക്കുന്നത്. അത് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അമ്മ പെട്ടെന്ന് പുറത്തേക്ക് പോയി. അവൻ അവിടെ അടുത്ത് ചെന്നു. അപ്പോഴും പേടിച്ചു വരച്ചിരിക്കുകയായിരുന്നു അവൾ. ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ സ്നേഹം, എന്നിട്ട് നീ അതറിഞ്ഞു. നിന്റെ മനസ്സിൽ ഞാനുണ്ടായിരുന്നു. അമ്മ അവൻ്റെ കയ്യിലൊരു ഡയറി കൊണ്ടുവന്ന് കൊടുത്തു. അവനെ തുറന്ന് വായിച്ചു. കുറച്ച് ദിവസങ്ങളായി ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം അവനും ഉണ്ടായിരുന്നു. ക്ലാസ് റൂമിൻ്റെ പുറത്തൂടെ പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിരിയുന്ന എന്നെയായിരുന്നു. കോളേജിൻ്റെ പുറത്ത് കാത്തു നിന്നിരുന്ന് എന്നെയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ടിരുന്ന് എന്നോടുള്ള സ്നേഹമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കോളേജിൽ ചെന്നാൽ ഞാൻ തിരഞ്ഞിരുന്ന് അവനെയായിരുന്നു.
അവൻ്റെ കണ്ണുകളിലെ എന്നോടുള്ള സ്നേഹം ഞാൻ അറിഞ്ഞിരുന്നു. അരുൺ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റേത് മാത്രമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവനോടുള്ള പ്രണയമായിരുന്നു ആ ഡയറിയിലെല്ലാം. അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മനസ്സിലൊരു മഴ പെയ്തു തോർന്നു. അവൻ അവളുടെ കാലിൽ കിട്ടിയിരുന്ന ചെങ്ങൽ അഴിച്ചു മാറ്റി. പതിയെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആദ്യം ഒന്ന് പേടിച്ച് അവനിൽ നിന്ന് അകന്നിരുന്നെങ്കിലും അവൻ പതിയെ അവളെ നെഞ്ചോട് ചേർത്തു. അവളൊരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. അവൻ പുറത്തേക്ക് വരുമ്പോൾ അച്ഛനുണ്ടായിരുന്നു അവിടെ. ഞാനിവളെ കൊണ്ടുപോവാ, എൻ്റേതായിട്ട്. അച്ഛനമ്മയെ ഞങ്ങൾ അനുഗ്രഹിക്കണം. മോനെ, അവൾക്ക് സുഖമല്ല. അവൾ നിന്നെ ഉപദ്രവിക്കും. നിന്റെ ജീവിതത്തിൽ എന്ന് അവളൊരു ബാധ്യതയായിരിക്കും. ഞാനിവളെ ഇവിടെ കളഞ്ഞിട്ട് പോയാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥയും ഉണ്ടാവില്ല. ഞാൻ അന്നും ഇന്നും സ്നേഹിച്ച ഇവളെ മാത്രമാണ്. ഭ്രാന്തൻ ചിന്തകൾ അവളുടെ മനസ്സിനെ അലട്ടിയപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചൊരു മുഖം എൻ്റേതാ. അവൾ അത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി. ആ സ്നേഹം ഞാൻ കണ്ടില്ലെന്ന് വെച്ചാൽ മനുഷ്യനല്ലാതായി പോവില്ല ഞാൻ. ഭ്രാന്തൻ ചിന്തകൾ കൂടി അവൾ അലമുറയിട്ട് കരയുമ്പോൾ കണ്ണുനീർ തുടക്കാൻ എൻ്റെ കൈകളുണ്ടാവും. ഇറങ്ങി ഓടുമ്പോൾ നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം. എതിർത്തൊന്നും പറയാൻ അവർക്കായില്ല. അവൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളെയും കൊണ്ട് അവൻ പോകുന്ന നിറകണ്ണുകളോട് അവർ നോക്കി നിന്നു. സ്നേഹം പറയണമെന്നോ പ്രകടിപ്പിക്കണമെന്നോ ഇല്ല. അതൊരു നോട്ടത്തിലൂടെയോ ചലനത്തിലൂടെയോ തിരിച്ചറിയാൻ കഴിയും. യഥാർത്ഥ സ്നേഹം ശരീരത്തിനോടാവില്ല, മനസ്സിനോടായിരിക്കും.